നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 99. അവർ രണ്ടുപേരും ഒരു ഷോപ്പിംഗ് മാളിലെത്തി. ആ എന്തൊക്കെയാ പ്ലാൻ? എന്താ ആദ്യം എടുക്കാൻ പോകുന്നത്? അത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്താ വാങ്ങാമെന്ന്. 1-2 ഡ്രസ്സ് വാങ്ങാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ അവൾക്ക് സംശയമാവും അത് വേറെ ആരെങ്കിലും വാങ്ങി തന്നതാണോ എന്ന്. അത് വേണ്ട. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി. അതുപോരെ? ഈ ലോകത്തെ ഏറ്റവും ഗതികെട്ട അമ്മ ഞാനാണല്ലേ. സ്വന്തം മകൾക്ക് അവൾ അറിയാതെ വാങ്ങിക്കൊടുക്കേണ്ട ഗതികേട് അല്ല. മീനു അല്പം സങ്കടത്തോടു കൂടി ജയോട് ചോദിച്ചു. തൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും താൻ പറഞ്ഞിട്ടില്ല. അവിടെ താൻ പറയാൻ ബാക്കി വെച്ച ഒരു കാര്യമാണ് അമ്മു. എനിക്കത് അറിയണമെന്നുണ്ട്. എന്തുകൊണ്ടാണ് അമ്മു തന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഇപ്പം എന്തായാലും അത് കേൾക്കാനുള്ള ഒരവസ്ഥയില്ല, സമയവും ഇല്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം ഷോപ്പിംഗ് നടത്താം. ഇന്ന് രാത്രി എന്തായാലും പോകണമല്ലോ. പോയിട്ട് വന്ന ശേഷം ഞാൻ കേൾക്കാം. എനിക്കത് അറിയണമെന്നുണ്ട്, അതുകൊണ്ടാണ്. എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട്. എന്നാൽ ശരി, വാ. അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് ഇപ്പം ഏതാ എടുക്കുക? അവൾ കൂടുതലും തിരിച്ച് കാണാറുള്ളത് ജീൻസും ടോപ്പും തന്നെയാണ്. അതുകൊണ്ട് അത് തന്നെ വാങ്ങാം. ഓക്കെ, അപ്പോൾ താൻ എടുത്തോ. ഞാൻ പിന്നെ എനിക്ക് പെൺകുട്ടികളുടെ പർച്ചേസിങ്ങൊന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ കൂടെ നിൽക്കാമെന്ന് മാത്രം. ശരി. ഇത് നോക്കിയേ, ഇതൊക്കെ നന്നായിട്ട് ചേരില്ലേ? ചേരുമോ? എനിക്ക് തോന്നുന്നു ചേരില്ലെന്ന് തോന്നുന്നു. അല്ല, എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിൽ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ്. തനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നെങ്കിൽ താൻ എടുക്ക്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ല, നമ്മളല്ല, താൻ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. എടുത്തോ. മീനുവിന് എന്തൊക്കെയാണ് മകൾക്ക് വേണ്ടി വാങ്ങണം എന്നറിയില്ലായിരുന്നു. അങ്ങനെയൊരു അവസരം അവൾക്ക് ജീവിതത്തിൽ വല്ലപ്പോഴും മാത്രമേ കിട്ടാറുള്ളൂ. അവൾ നാട്ടിൽ വരുന്ന സമയത്ത് അമ്മയെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവൾക്കായി വാങ്ങിക്കൊടുക്കാറുണ്ട്. എന്നതിനപ്പുറത്തേക്ക് അവൾക്ക് വേണ്ടി വലിയൊരു ഷോപ്പിങ്ങൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. അത് താനാണ് വാങ്ങിയത് എന്നറിഞ്ഞാൽ അവളത് സ്വീകരിക്കില്ല. അതുകൊണ്ട് തന്നെ അതിന് മുതിരാറുമില്ല. ഓരോ ഡ്രസ്സുകൾ എടുക്കുമ്പോഴും അവൾക്ക് വേണ്ടി ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും മീനുവിൻ്റെ കണ്ണു നിറയുന്നുണ്ടെന്ന് ജയ് ശ്രദ്ധിച്ചു. മനസ്സിൽ അമ്മ എന്ന വേദന അവളെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ള സത്യം അവൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞോ? അവൻ അവളുടെ അടുത്തേക്ക് പതുക്കെ ചെന്ന് ചോദിച്ചു. എനിക്ക് എന്താ വാങ്ങണ്ടേന്ന് തന്നെ. ഇത്രയ്ക്ക് മതി, ഇതിൽ കൂടുതൽ വേണോ? മതി. കുറച്ച് ഓർണമെൻറ്റ്സ് എടുത്താലോ? ഓർണമെൻറ്റ്സോ? എന്തിന്? അല്ല, അവൾക്ക് ബെസ്റ്റ്. എൻ്റെ മീനു, ഹോസ്റ്റലിൽ നിൽക്കുന്ന അവളെ ഞാൻ കാണാൻ പോവാണ്, അല്ലാതെ അവളുടെ കല്യാണത്തിനുള്ളതല്ല ഇത്. എന്തായാലും എനിക്ക് കുറച്ചുകൂടി ഒന്ന് എന്തൊക്കെയോ എടുക്കണം, അതുകൊണ്ടാണ്. മീനു, തൽക്കാലത്തേക്ക് മതി. എല്ലാം കൂടി ആകുമ്പോൾ അവൾക്കൊരു കൺഫ്യൂഷൻ വരും, ഇത്രയൊക്കെ സാധനങ്ങളോ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് വേണ്ട, പ്ലീസ്. അവൾ പറഞ്ഞ ചോക്ലേറ്റ്സ് അപ്പുറത്താണ്, നമുക്കത് നോക്കിയിട്ട് വരാം. അത് കുറച്ചെടുക്കാം, വാ. പിന്നെ ഇതൊക്കെ കൊണ്ട് ഞാൻ പോകണ്ടേ? വെയിറ്റ് ആവില്ലേ? ഓ, അങ്ങനെയുണ്ടല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. വാ, അപ്പുറത്തുണ്ട്, വാ. എടോ,
ഒരു കാര്യം പറഞ്ഞോട്ടെ? ആ, പറഞ്ഞു. തൻ്റെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇതൊരു പബ്ലിക് പ്ലേസാണ്, അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കണം. അറിയില്ല, അവൾക്ക് വേണ്ടി വാങ്ങുന്നത് കൊണ്ടാണോന്ന്. അമ്മ എന്ന വേദന അതവൾക്കെന്നും ഒരു പരാജയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണ് അതോർക്കുമ്പോഴേക്ക് നിറയാറുണ്ട്. എടീ, കരയല്ലേ. ഐ എം സോറി. ഞാൻ തന്നെ ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ടല്ലേ തൻ്റെ അടുത്ത്. ഈ ഡാഡി എന്നൊക്കെ നിന്നെ വിളിച്ചു തുടങ്ങി. ഐ എം സോറി കേട്ടോ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്താ, സ്വാതന്ത്ര്യം എടുക്കാൻ അവകാശമുള്ള ആളല്ലേ. ഡാഡി എന്നൊക്കെ വിളിച്ചാൽ എന്താ കുഴപ്പം? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളിങ്ങനെ ഒരുപാട് പേരോട് അടുത്തു പോയാൽ നമ്മളങ്ങനെയാണല്ലോ, അവരോടുള്ള ആ ഒരു റെസ്പെക്റ്റൊക്കെ കുറയും. അങ്ങനെ പറ്റിപ്പോകുന്ന കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. ജയ് മീനുവിനോടായി പറഞ്ഞു. അതിനെന്താടാ കുഴപ്പം? അതൊന്നും കുഴപ്പമില്ല. നിനക്കിനെ എന്നും വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെന്താ? തെറി വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ജയ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഓ, നിനക്കിപ്പോൾ എന്നെ തെറി വിളിക്കണമെന്ന് തോന്നുന്നുണ്ടോ? എന്നാ വിളിച്ചോ, കുഴപ്പമില്ല. അയ്യോ, അത്രയ്ക്ക് സ്വാതന്ത്ര്യമൊന്നും വേണ്ട. എന്തു പറ്റി? വല്ലാണ്ടങ്ങ് താണു തരുന്നു. തെറിയൊക്കെ വിളിച്ചോ അതൊക്കെ പറയുന്നു. എന്താ കാര്യം? ജയ് സംശയത്തോടെ മീനുവിനോട് ചോദിച്ചു. അതോ ഇപ്പോൾ ടോട്ടലി മൂഡ് ഓഫ് ആയതുകൊണ്ടാ മകളെക്കുറിച്ചുള്ള ചിന്തയിൽ? ഒന്ന് പോടാ. ഞാൻ നിന്നെ ഡാന്നല്ലേ വിളിക്കുന്നത്, പിന്നെ നീ എന്നെ വിളിക്കുന്നതിന് എന്താ പ്രശ്നം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ദേഷ്യം വരുമ്പോൾ എൻ്റെ വായിൽ നിന്ന് തെറിയും വരും. അത് നിനക്ക് കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കും കുഴപ്പമില്ല. ഓ, ഞാൻ എന്തായാലും ദേഷ്യപ്പെടാറില്ല. ഇനി ദേഷ്യപ്പെട്ടാലും വായിൽ നിന്ന് തെറിയൊന്നും വരാറും പോവില്ല. ആ ഒരിത് എനിക്കുണ്ട്. ജയ് അല്പം ആത്മവിശ്വാസത്തോടെയാണ് അത് പറഞ്ഞത്. സമ്മതിച്ചേ, എന്നെ സമ്മതിച്ചു തരുന്നു. നീ ദേഷ്യപ്പെടാറില്ല, അത് ഞാൻ ഉറപ്പിച്ചിരുന്നു. ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും നീ എന്നോട് ദേഷ്യപ്പെട്ടില്ലല്ലോ. അപ്പം പിന്നെ നിനക്കങ്ങനെ ഒരു സ്വഭാവമില്ലെന്ന് എനിക്കറിയാം. രണ്ടുപേരും പരസ്പരം ഒന്ന് ചിരിച്ചു. മീനുവിൻ്റെ മനസ്സൊന്ന് തണുത്തതുപോലെ ജയ്ക്ക് തോന്നി. അവളെ ഒന്ന് ചിരിപ്പിക്കുക, ആ സങ്കടം ഒന്നില്ലാതാക്കുക, അത് തന്നെയായിരുന്നു അവൻ്റെ മനസ്സിലും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാടോ തന്നെപ്പോലെ ഒരാളെ കാണുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇത്രയൊക്കെ ദേഷ്യപ്പെട്ടിട്ടും തിരിച്ച് ദേഷ്യപ്പെടാത്ത ഒരുത്തനെ കാണുന്നത് ആദ്യമായിട്ടാ എന്നാ ഉദ്ദേശിച്ചേ. ഓ, അങ്ങനെ. എങ്ങനെയാ ഇത്രയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഒന്നുമില്ലെങ്കിൽ മനുഷ്യന് തന്നെയല്ലേ. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും തനിക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ടില്ല? മീനു ജയോട് ചോദിച്ചു. ദേഷ്യം തോന്നിയിട്ടില്ലെന്നൊന്നും ഞാൻ പറയില്ല, അതൊക്കെ പച്ചക്കള്ളായിരിക്കും. പക്ഷേ തന്നെപ്പോലെ പെട്ടെന്ന് ദേഷ്യം വരില്ല എന്ന് മാത്രം. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലാതെ ഒരുപാടൊന്നും കടിച്ചമർത്തി പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. ഞാനും മനുഷ്യൻ തന്നെയല്ലേ. പിന്നെ തൻ്റെ ദേഷ്യം എനിക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പെട്ടെന്ന് ദേഷ്യം വന്നാലും പെട്ടെന്ന് തന്നെ തനിക്ക് തണുക്കുന്നുമുണ്ട്. ഇപ്പോൾ പണ്ടങ്ങനെ ആയിരുന്നില്ല. പണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്തൊക്കെയായാലും ഒരു വർഷം അഡ്ജസ്റ്റ് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞ് സഹിച്ചതുകൊണ്ട് അങ്ങ് പോയതാ. പിന്നെ ഈ തൊഴിലാളിമാർക്കൊക്കെ വല്ലാണ്ട് ക്ഷമയായിരിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞേ? മുതലാളിമാരിൽ നിന്നും കസ്റ്റമറുടെ കയ്യിൽ നിന്നൊക്കെ തെറിവിളി കേട്ട് കേട്ട് അവരേകദേശം പഠിച്ചു കാണും. എങ്ങനെയാ ക്ഷമിക്കുക, എങ്ങനെയാ സഹിക്കുക, എങ്ങനെയാ ഇങ്ങനെ എത്ര കേട്ടാലും ചിരിച്ച് നിൽക്കുക, ഇതൊക്കെ നമ്മൾ പഠിക്കും. വേറെ ഒരുത്തൻ്റെ കീഴിൽ ജോലി എടുക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. തനിക്ക് പിന്നെ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓ, അങ്ങനെ. അങ്ങനെ പഠിച്ചതാ. എല്ലാം അങ്ങനെ ഇങ്ങനെ പഠിച്ചു വരുന്നതാ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ഷമിക്കാനും സഹിക്കാനൊക്കെ അറിയാം. പക്ഷേ ഇത് പെൺപിള്ളേർ പറയുന്ന ഡയലോഗാ. എന്ത്? ഈ ക്ഷമിക്കാനും സഹിക്കാനൊക്കെ അറിയാമെന്ന് ആൺപിള്ളേർ പറയുന്നത് ഞാനാദ്യമായിട്ട് കേൾക്കുക.
അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അങ്ങനെ. പക്ഷേ പെണ്ണൊന്നോ ആണെന്നോ ഇല്ല. തൊഴിലാളി മുതലാളിയെന്നേ ഉള്ളൂ. അത് ആരായാലും തെറി കേൾക്കേണ്ടടുത്ത് തെറി കേൾക്കുക തന്നെ ചെയ്യണം. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഇവിടെ തന്നെ സമയം പോകട്ടോ. എനിക്ക് തിരിച്ചു പോകണം, ജോലിയുണ്ട്. വേറൊന്നും വാങ്ങാനില്ലെങ്കിൽ നമുക്ക് പോയാലോ? ആം, ആ, അതെ. ഒരു ജ്യൂസ് ഒന്ന് കുടിച്ചാലോ? എനിക്ക് വല്ലാണ്ട് ദാഹം. ജ്യൂസോ? എനിക്കിപ്പോൾ കുടിക്കണമെന്നില്ല. തനിക്ക് വേണമെങ്കിൽ താൻ കുടിച്ചോ, എനിക്ക് കുഴപ്പമില്ല. അപ്പം ഞാൻ പോട്ടെ. അതെന്ത് പരിപാടിയാ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ ഉള്ളേ. ഒരു ജ്യൂസ് ഒരുമിച്ച് കുടിച്ചെന്ന് വെച്ചാൽ ഇപ്പം എന്താ? എടോ, തന്നെക്കുറിച്ച് അത്യാവശ്യം നാട്ടുകാർക്ക് അറിയില്ലേ? അങ്ങനെയുള്ള താൻ എൻ്റെ കൂടെ കറങ്ങുന്നത് അത്ര നല്ലതല്ലല്ലോ. എന്താ കുഴപ്പം? താനെൻ്റെ ഭർത്താവല്ലേ? ഓ, അത് ഈ ലോകത്ത് അറിയാത്തൊരു വലിയ സത്യമല്ലേ? അത് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. വെറുതെ ഒരു സീനുണ്ടാക്കണോ? ഞാൻ എന്തായാലും പോവാണ്. താൻ ജ്യൂസ് വേണമെങ്കിൽ കുടിച്ചിട്ട് വാ. ഒരു മിനിറ്റ്, അത്ര ധൃതി കാണിക്കല്ലേ പ്ലീസ്. മോക്ക് ഇത്രയൊക്കെ മതിയോ? മതിയടോ, ഇതിൽ കൂടുതൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അവൾക്ക് സംശയം തോന്നും ഇത് ഞാനല്ല വാങ്ങിയത് എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നത്തേക്ക് മതി. മതിയല്ലേ? ഒരു കാര്യം കൂടി. എന്താ? എനിക്കൊരു ഡ്രസ്സ് എടുക്കണമെന്നുണ്ട്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? തനിക്ക് ഡ്രസ്സ് എടുക്കാൻ ഞാനെന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? അല്ല, ചുമ്മാ ഒന്നോ? എടാ, തൻ്റെ സെലക്ഷൻ തൻ്റെ ഇഷ്ടം പോലെ എടുക്ക്. അതിന് ഞാനെന്താ ഹെൽപ്പ് ചെയ്യാനാ? ഭാര്യമാർക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ ഭർത്താക്കന്മാർ ഒരഭിപ്രായമൊക്കെ പറയുമല്ലോ, അത്രയും ചെയ്താൽ മതി. ഓ, അങ്ങനെ. ശരി, അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. വാ. അവർ മീനുവിന് ഒരു സാരി എടുക്കാൻ കൂടി ടെക്സ്റ്റൈൽസിലേക്ക് നടന്നു. അതാ ആ സൈഡ് നോക്കാം. പെട്ടെന്നാവണം കേട്ടോ, എൻ്റെ സമയം പോകുന്നു, അതുകൊണ്ടാ. വീട്ടാടോ, മിണ്ടാതിരി. ദേ, ഇത് നോക്കിയേ, എനിക്ക് നന്നായി ചേരുന്നല്ലേ? നന്നായി ചേരുന്നുണ്ട്. ഇത് തന്നെ എടുത്തോ, ഇനി അടുത്ത തപ്പുണ്ടല്ലോ. ഓഹ്, ഇങ്ങനെ ഒരുത്തൻ. അല്ല, ടൈം പോകുന്നു, അതുകൊണ്ടാ. ഞാൻ അതൊന്ന് നോക്കട്ടെ പ്ലീസ്. അയ്യോ, ഞാൻ പറഞ്ഞല്ലോ, താൻ തന്നെ എടുത്തിട്ട് വാ, എൻ്റെ ടൈം കളയല്ലേ. എന്താടാ ഇത്, നീ ഇങ്ങനെയൊക്കെ ആവുന്നേ? എങ്ങനെയൊക്കെ? ഇത് തന്നെ എടുക്കണോ? ഇത് തന്നെ എടുത്തോന്നേ. നിനക്കിതൊന്നും പ്രശ്നമല്ലല്ലോ. എടുത്ത സാധനം ബില്ലും ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് പോവാം. പോവാല്ലേ? എന്നാൽ ശരി, ഇത് തന്നെ എടുക്കാം. നിനക്കിഷ്ടപ്പെട്ടല്ലോ അല്ലേ? എനിക്കെന്തിനാ ഇഷ്ടപ്പെടുന്നത്? നിൻ്റെ സാരിയല്ലേ? എടാ, ഒരഭിപ്രായം ചോദിച്ചതാ. അങ്ങനെ. സാരി നന്നായിട്ടുണ്ട്, നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഓക്കെ, ശരി. അവളുടെ മനസ്സിൽ അപ്പോഴും അവനോടുള്ള പ്രണയം തന്നെയായിരുന്നു. പക്ഷേ അതിനേക്കാളും മുകളിലായിരുന്നു മകളോടുള്ള അവളുടെ വേദനയും. അവനൊന്നിച്ച് അങ്ങനെയൊരു ഷോപ്പിംഗ് കിട്ടിയതിൻ്റെ സന്തോഷം അവൾക്കുണ്ടായിരുന്നുവെങ്കിലും മകളെക്കുറിച്ചുള്ള വേദനയിൽ അവൾ ആ പ്രണയം എവിടെയോ മറന്നുപോയി. എല്ലാം കഴിഞ്ഞ് തിരികെ നടക്കുമ്പോൾ അവൾക്ക് മനസ്സിലൊരു മോഹം. അവൻ്റെ കൈ പിടിച്ചൊന്ന് നടക്കണം, അങ്ങനെയൊന്ന് ചെയ്താലോ എന്നവൾ ആഗ്രഹിച്ചു. പക്ഷേ അവൻ്റെ കയ്യിൽ പിടിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, തന്നെ ചേർന്ന് നടക്കുകയല്ല അവൻ ചെയ്യുന്നത്. നല്ല രീതിയിൽ അകലം പാലിച്ചാണ് അവൻ തന്നോട് പെരുമാറുന്നത്. സംസാരിക്കുമ്പോൾ പോലും
നിൽക്കുമ്പോൾ പോലും അവൻ ആ അകലം പാലിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? ജയ് മീനുവിനോട് ചോദിച്ചു. ആ ഹേ ഒന്നുമില്ല. ആം, നീ രാത്രിയിലാണല്ലേ പോകുന്നത്? ടിക്കറ്റൊക്കെ എടുത്തോ? ആ എടുത്തു. ആം, ഞാൻ വരാം കേട്ടോ പോകുമ്പോൾ. എന്തിന്? അല്ല, എൻ്റെ മോളെ കാണാൻ പോവല്ലേ, അതുകൊണ്ട്. ഓ അങ്ങനെ. ശരിയെന്നാ, വന്നോ, കുഴപ്പമില്ല. ആം, മോളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണോ? ഉം, എന്തു പറയാൻ? അവളോടൊന്നും പറയാനുള്ള അവകാശം എനിക്കില്ലല്ലോ. അവൾ ഹാപ്പി ആയാൽ മതി എനിക്ക്, വേറൊന്നും വേണ്ട. ഉം. താൻ വിളിച്ച് ഹോസ്റ്റലിൽ പറഞ്ഞോ ഞാൻ വരുന്ന കാര്യം? ആം, ഇല്ല, അത് ഞാൻ ഇന്ന് വിളിച്ച് പറയാം. നാളെ രാവിലെയല്ലേ നീ അവിടെ എത്തുള്ളൂ, അപ്പോഴേക്കും ഞാൻ വിളിച്ച് പറയാം. ആം, അല്ല, ഞാൻ ആര് വരുന്നെന്നാ പറയണ്ടേ? ഫ്രണ്ടാണെന്ന് പറയാം അല്ലേ? സംശയത്തോടു കൂടി മീനു ജയ്യോട് ചോദിച്ചു. ബ്രോ എന്ന് പറഞ്ഞാൽ മതി. ബ്രോയോ? അതെന്താ? ആ, അതായത് അവളെന്നെ വിളിക്കുന്നത് അങ്ങനെയാ, ബ്രോ എന്നാണ്. ബ്രദർ. ആ, ബ്രദറോ? നീയോ? ആ, അതെ, അവള് എന്നെ അങ്ങനെ വിളിക്കുന്നേ. ആ, അതെങ്ങനെ ശരിയാവും? ആ, എന്താ ശരിയാവാത്തെ? അവൾക്ക് നീ എങ്ങനെ ബ്രദറാവും? അം, അവള് എന്നെ അങ്ങനെയാ വിളിക്കുന്നേ, അവളെന്നെ അങ്ങനെയാ കാണുന്നേ. ആ, അല്ല, നീ എൻ്റെ ഹസ്ബൻഡ് അല്ലേ, അപ്പോൾ എൻ്റെ മകൾക്ക് നീ എങ്ങനെ ബ്രദറാവും? ഹാ, ഇതാണോ കാര്യം? അതവൾക്കറിയില്ലല്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം അത് വെറും ഒരു പേരിന് മാത്രമുള്ള ബന്ധമല്ലേ. ഇത് ഞാനും അവളും തമ്മിൽ അങ്ങനെയല്ലല്ലോ. അതെന്താ നീ അങ്ങനെ പറയുന്നേ? എടാ, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം പോലെയാണോ അവളും ഞാനും തമ്മിലുള്ള ബന്ധം? ഏ പിന്നെ? ആ, എടാ, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, എനിക്ക് അവളെ വല്ലാണ്ടങ്ങ് ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു മുജ്ജന്മ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അതാ എനിക്ക് അവളോട് അത്രയും ഒരു പെട്ടെന്ന് അങ്ങനെ ഒരു ആകർഷണം. അവളെന്നെ ആ രീതിയിൽ തന്നെ കണ്ടത്. എനിക്കെൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാ അവള്. എൻ്റെ ആരാണ് അവളെന്ന് എന്നോടന്ന് ആ നേഴ്സ് ചോദിച്ചപ്പോൾ ഞാൻ ഒട്ടും ആലോചിക്കാതെയാ എൻ്റെ മകളാണെന്ന് പറഞ്ഞത്. എന്തോ മുജ്ജന്മത്തിൽ ചിലപ്പോൾ അവളെൻ്റെ ആരോ ആയിരിക്കും. അതായിരിക്കും ഈ ജന്മത്തിൽ തൻ്റെ മകളായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് അവൾ വന്നത്. എനിക്കങ്ങനെയൊക്കെയാ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എന്തോ ഞാൻ അവളെ വല്ലാണ്ടങ്ങ് സ്നേഹിച്ചു പോയി. ജയ്ക്ക് അത് പറഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞോ എന്ന് അവൾക്ക് തോന്നി. ജീവിതത്തിൽ വിവാഹമേ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന എനിക്ക് ദൈവം കൊണ്ടുവന്ന് തന്ന ഒരു വലിയ ഭാഗ്യമാണ് അവളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൻ്റെ ഭാര്യയുടെ മകൾ, അവൾ തനിക്ക് തൻ്റെ സ്വന്തം മകളാണെന്നുള്ള സന്തോഷത്തിലായിരുന്നു ജയ്. അവൻ്റെ വാക്കുകളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മീനുവായിരുന്നു. തൻ്റെ മകളെ സ്വന്തം മകളായി കാണുന്ന അവൻ്റെ ആ വലിയ മനസ്സ്, അതിൽ മീനുവിന് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നി. രണ്ടുപേർക്കും പരസ്പരം കണ്ണു നിറഞ്ഞു. ചിരിച്ചുകൊണ്ട് രണ്ടുപേരും കണ്ണുനീർ തുടച്ചു. എന്തോ പറ്റി? എൻ്റെ മകളെ താൻ സ്വന്തം മകളാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ ഞാനും ആലോചിക്കുക ആ ഒരു കാര്യം.
എന്തുകൊണ്ടാ എനിക്കവള് സ്വന്തം മകളാണെന്ന് തോന്നുന്നത്? നമുക്ക് പോയാലോ? സമയം പോവും ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന. ആ എന്നാൽ ശരി പോവാല്ലേ. എന്നാൽ രാത്രി കാണാം. താൻ വരുമല്ലേ? ഓക്കെ. ആ അപ്പോൾ പറയാൻ മറക്കണ്ട, ബ്രദർ വരുന്നെന്ന് പറയണം. ഓക്കെ. അത് പറയുമ്പോൾ എന്തോ പോലെ. എന്തിനാ എന്തോ പോലെ? ആ അവളെന്നെ അങ്ങനെ കാണുന്നതെന്ന് വെച്ച് തനിക്കെന്താ പ്രശ്നം? ഞാൻ അവളെ എൻ്റെ മകളായിട്ട് തന്നെയാണ് കാണുന്നത്. മീനു ഒന്ന് മൂളുക മാത്രം ചെയ്തു. അവളുടെ മുഖത്ത് ഇപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അവനോടുള്ള അടക്കി വച്ചിരുന്ന പ്രണയം വീണ്ടും ഹൃദയത്തിൽ എവിടെയോ ഓർമ്മിപ്പിച്ചതുപോലെ പ്രണയാർദ്രമായി അവൾ അവനെ ഒന്ന് നോക്കി. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. അവളുടെ നോട്ടത്തിലെ ചെറിയൊരു പന്തികേട് അതവന് പെട്ടെന്ന് മനസ്സിലായി. അവൾ എപ്പോഴും തന്നെ നോക്കുന്നത് പോലെയല്ല അത്. ആ നോട്ടത്തിൽ എവിടെയോ ഒരു വികാരമുള്ളതുപോലെ. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ അവളുടെ മുഖത്തു നിന്ന് കണ്ണെടുത്തു. എന്നാൽ ശരി, ബൈ. ആ ബൈ. ഇതും പറഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു. രാത്രിയിലേക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട് മീനുവിൻ്റെ മനസ്സിൽ. തൻ്റെ മകളെ കാണാൻ പോകുന്ന തൻ്റെ ഭർത്താവിനെ യാത്രയാക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഇനി എന്തായിരിക്കും ജയുടെയും മീനുവിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? കഥയറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. അടുത്ത ഭാഗം ഉടൻ വരും. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.